ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഇന്നലെ സൂപ്പർ കപ്പിൽ 2 മത്സരങ്ങളായിരുന്നു നടന്നിരുന്നത്. ആദ്യ മത്സരത്തിൽ എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് പഞ്ചാബ് എഫ് സി ഗോകുലം കേരളയെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. പിന്നീട് നടന്ന മത്സരത്തിൽ സ്പോർട്ടിംഗ് ക്ലബ്ബ് ഡൽഹിയുടെ അരങ്ങേറ്റമായിരുന്നു. എതിരാളികൾ മുംബൈ സിറ്റി എഫ് സി ആയിരുന്നു. നമുക്കറിയാം ഹൈദരാബാദ് എഫ് സി ഇപ്പോൾ പുതിയ രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. സ്പോർട്ടിംഗ് ക്ലബ്ബ് ഡൽഹിയാണ് ഇപ്പോൾ അവരുടെ പേരായിക്കൊണ്ട് വരുന്നത്. ഡൽഹി ആസ്ഥാനമാക്കിക്കൊണ്ടാണ് അവരിപ്പോൾ പ്രവർത്തിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുൻ അസിസ്റ്റന്റ് പരിശീലകനായിരുന്ന തോമസ് ഷോർസിന്റെ ഒരു അരങ്ങേറ്റ മത്സരം കൂടിയായിരുന്നു ഇത്. പക്ഷേ തുടക്കം പാളി എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു വലിയ തോൽവിയാണ് ഈ മത്സരത്തിൽ ഡൽഹിക്ക് ഇപ്പോൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. 1-4 ഗോളുകൾക്കാണ് മുംബൈ സിറ്റി എഫ് സി അവരെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ തന്നെ 3 ഗോളുകൾ ഡൽഹിക്ക് വഴങ്ങേണ്ടി വന്നു എന്നുള്ളതാണ്. മത്സരത്തിന്റെ 7-ാം മിനിറ്റിൽ തന്നെ ഡയസ് ഗോൾ നേടുന്നു. പിന്നീട് 9-ാമത്തെ മിനിറ്റിൽ വിക്രം പ്രതാപ് സിംഗിന്റെ ഗോൾ പിറക്കുന്നു. പിന്നീട് 32-ാമത്തെ മിനിറ്റിൽ ജോർഹെ ഓർട്ടിസ് കൂടി ഗോൾ കണ്ടെത്തിയതോടെ മുംബൈ സിറ്റി വിജയം ഉറപ്പാക്കിയിരുന്നു. പിന്നീട് 75-ാമത്തെ മിനിറ്റിൽ ഡൽഹിക്ക് ഒരു പെനാൽറ്റി ലഭിച്ചു. ആയുഷ് അധികാരിയെ ബോക്സിനകത്ത് വീഴ്ത്തിയതിനെ തുടർന്നായിരുന്നു പെനാൽറ്റി ലഭിച്ചത്. അത് ആൽബ ഗോളാക്കി മാറ്റി. എന്നാൽ മത്സരത്തിന്റെ അവസാനത്തിൽ വിക്രം പ്രതാപ് സിംഗ് വീണ്ടും ഗോൾ കണ്ടെത്തിയതോടുകൂടി 1-4 ഗോളുകൾക്ക് ഡൽഹി പരാജയപ്പെട്ടു എന്നുള്ളതാണ്. ഡൽഹിയുടെ ഡിഫൻസ് മോശം പ്രകടനമാണ് നടത്തിയിട്ടുള്ളത്. മുംബൈക്ക് നിരന്തരം ആക്രമണങ്ങൾ നടത്താൻ കഴിഞ്ഞിരുന്നു. പ്രത്യേകിച്ച് ആദ്യ പകുതിയിൽ വളരെ ദയനീയമായ പ്രകടനമാണ് ഡൽഹി നടത്തിയത്. ഇത് തന്നെയാണ് തോമസ് ഷോർസും ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ആദ്യ പകുതി മോശമായിരുന്നു, പക്ഷെ 2-ാം പകുതിയിൽ നല്ല രീതിയിൽ കളിച്ചു. ചില പോസിറ്റീവുകളൊക്കെ ഉണ്ട്. ആദ്യ പകുതിക്ക് ശേഷമുള്ള റിയാക്ഷൻ വളരെ മികച്ചതായിരുന്നു. കടുത്ത എതിരാളികളോടും പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് 2-ാം പകുതിയിൽ താരങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അത് പോസിറ്റീവായ ഒരു കാര്യമാണ്. ഇനി ഞങ്ങൾ അടുത്ത എതിരാളികളെ കുറിച്ച് ചിന്തിക്കണം. കൂടുതൽ എഫക്റ്റീവ് ആയിക്കൊണ്ട് വർക്ക് ചെയ്യണം, മുന്നോട്ട് പോകണം. ഇതാണ് തോമസ് ഷോർസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതായത് ഡൽഹിയോടൊപ്പമുള്ള ആദ്യ മത്സരത്തിൽ തന്നെ അദ്ദേഹത്തിന് ഒരു വലിയ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ അടുത്ത മത്സരത്തിലെ എതിരാളികൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആണ്. ഡൽഹിയും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിലുള്ള മത്സരം വരുന്ന 3-ാം തീയതിയാണ് അരങ്ങേറുക. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.